പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ 2025 മെയ് 4-ാം തീയതി ജൂബിലി കുരിശിന്റെ പ്രയാണത്തിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് ചെമ്പകശ്ശേരി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഡോൺ സാവിയോ, കൈക്കാരന്മാരായ ജോൺ മിൽട്ടൺ ലിവേര, മനു പടമാടൻ, ബെന്നി കൽത്തിപ്പറമ്പിൽ, പാരിഷ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ഷിൻസി ജൂഡ്സൺ ലിവേര തുടങ്ങിയവർ പങ്കെടുത്തു. ജൂബിലി ഇയറായിട്ട് 25 വർഷം കൂടുമ്പോൾ ഒരു ആഘോഷമുണ്ട്. ആ ജൂബിലി ഇയർ ഈ നമ്മുടെ ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി ഇയറായിട്ട് ഡിക്ലെയർ ചെയ്തതിൻ്റെ വിശുദ്ധ ജൂബിലി കുരിശിൻ്റെ പ്രയാണം നമ്മുടെ പള്ളിപ്പുറം ഇടവകയിൽ അടുത്ത ഞായറാഴ്ച 4-ാം തീയതിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ തരുവാനായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ പ്രസ് ക്ലബിലെ പ്രസ് മീറ്റ് നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രസ് ക്ലബിലെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പ്രസ് ക്ലബ് മീറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സോജൻ, മറ്റ് വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മുടെ ബസിലിക്ക മഞ്ഞുമാതാ ബസിലിക്ക പള്ളിയിലേക്ക് ജൂബിലി കുരിശിൻ്റെ പ്രയാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് റിലീസ് നൽകുന്നതിന് വേണ്ടിയാണ്. പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ 2025 ആണ്ട് ജൂബിലി വർഷമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂബിലി വർഷം അനുഗ്രഹത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുക. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യത്തോടു കൂടിയാണ് ഈ ജൂബിലിയിലേക്ക് ഓരോ വിശ്വാസിയും പ്രവേശിക്കേണ്ടതെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ജൂബിലി വെറും ഒരു ഓർമ്മാചരണം മാത്രമല്ല, അത് അനുതാപത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കൂടുതൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശ്വാസികൾ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും മതങ്ങളുമുള്ള ഈ ഒരു രാജ്യത്ത് എപ്രകാരമായിരിക്കണം ഓരോ ക്രിസ്തീയ വിശ്വാസിയും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ഈ ജൂബിലി വർഷത്തിലൂടെ മാർപ്പാപ്പ ഉദ്ദേശിക്കുക. ഇപ്പോൾ നമ്മൾ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുരിശിൻ്റെ പ്രയാണം എന്നുള്ളത്. ജൂബിലി കുരിശ് അത് എല്ലാ പള്ളിയിലേക്കും, ഓരോ ഡയസിൻ്റെയും രൂപതയുടെയും എല്ലാ പള്ളികളിലേക്കും ആഘോഷമായി കൊണ്ടുപോകുന്നു. ഒരാഴ്ച ആ പള്ളിയിൽ വെച്ചിട്ട് ആരാധനയും മറ്റ് തിരുക്കർമ്മകൾ നടത്തുന്നു. ഇപ്രകാരം കുഞ്ഞിത്തൈ പള്ളിയിലാണ് ഇപ്പോൾ ജൂബിലി കുരിശ് ആയിരിക്കുന്നത്. അത് അടുത്ത ഞായറാഴ്ച 4-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കുഞ്ഞിത്തൈ ഇടവകയിൽ നിന്നും ആഘോഷമായിട്ട് മഞ്ഞുമാതാ ബസിലിക്കയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഒരു ആഴ്ചക്കാലത്തോളം ജൂബിലി കുരിശ് മഞ്ഞുമാതാ ബസിലിക്കയിലായിരിക്കും. അവിടെ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുകയും കുരിശിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ജൂബിലി കുരിശ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു ജൂബിലി വർഷം. അപ്പോൾ അത് കൂടുതലായിട്ട് അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ ഒരു സഹായം ഇവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ഒരു വലിയൊരു സന്തോഷത്തിലാണ് 25 വർഷങ്ങൾ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. അത് മഞ്ഞുമാതാ ബസിലിക്കയിൽ ഈ വരുന്ന 4-ാം തീയതി ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുമ്പോൾ പ്രസ് ക്ലബ്ബ് നിങ്ങളുടെ സഹകരണം ഏറ്റവും അഭിനന്ദനാർഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഈ മണിക്കൂറിൽ നിങ്ങളായിരുന്നതിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കട്ടെ.